കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതെന്ന 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം എന്നായിരുന്നു? 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാരൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ആണ് മാർത്താണ്ഡവർമ്മയെ കുളച്ചൽ യുദ്ധത്തിൽ സഹായിച്ച വിദേശികൾ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയായിരുന്നു ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയ്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തലയ്ക്കലിനടുത്ത് ഉദയഗിരി കോട്ടയിൽ. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്നത് 1729. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക അശോകൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. അദ്ദേഹം സ്ഥാനാരോഹണം നടന്ന വർഷം എന്നാ? 1729. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. അദ്ദേഹത്തെ സഹായിച്ച വിദേശി ആരായിരുന്നു? ബ്രിട്ടീഷുകാർ. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ സൈന്യാധിപനാരായിരുന്നു? ഡിലനോയ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെട്ടു. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെട്ടത് എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തെയാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. വേണാട് ഉടമ്പടി, മാന്നാർ ഉടമ്പടി എന്നിവ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? തൃപ്പടിദാനം. തൃപ്പടിദാനം എന്നായിരുന്നു? 1750 ജനുവരി 3. തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവർത്തികളിൽ ഒന്നായിരുന്നു. രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ച് പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘട്ടം. രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചു. ഓരോ പ്രവർത്തിക്കാരുടെയും നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിൽ. മണ്ഡപത്തും വാതുക്കൽ ഭരിച്ചിരുന്നത് ഒരു കാര്യസ്ഥനായിരുന്നു. അത് ഉണ്ടാകുന്നത് തന്നെ ഓരോ കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നാണ് മണ്ഡപത്തും വാതുക്കൽ ഉണ്ടാകുന്നത്. തിരുവിതാംകൂർ ആകെ 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ ആയി സംഘടിപ്പിക്കുകയും ചെയ്തു. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളുകളെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. സംഘത്തിലേക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയത് ആരാ? മാർത്താണ്ഡവർമ്മ. ഇരയിളി അടിത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയുടെ സഹായവും ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചത് ആരാ? ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയ്. ഇപ്പം നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാണ്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ബ്രിട്ടീഷുകാരാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങിയ വിദേശ സൈന്യാധിപനാരായിരുന്നു? ഡിലനോയ്. ഡിലനോയെ അറിയപ്പെട്ടത് വലിയ കപ്പിത്താൻ, തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപൻ എന്നൊക്കെ അറിയപ്പെട്ടത് ഡിലനോയാണ്. ഡിലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തലയ്ക്കൽ അടുത്ത് ഉദയഗിരി കോട്ടയിൽ. മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്തത് 1729. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക അശോകൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളവും വ്യാപാര തലസ്ഥാനവും മാവേലിക്കരയുമായിരുന്നു. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3. പക്ഷെ എനിക്കിഷ്ടം ഗുഡ് സൈഡാ. ഗുഡ് സൈഡ് ആകുമ്പോൾ ത്രില്ലിങ്, ബാഡ് സൈഡ് ബോറിംഗ്.